ഹായ് വാസ് ഞാൻ ഷജു കോഷ്ണക്കാവ് ഷൈൻ വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചക്ക സീസണാണിപ്പോൾ. ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും ചക്ക അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ചക്കക്കുരു ഉപേക്ഷിക്കാറാണ് പതിവ്. ഒട്ടുമിക്ക ആളുകളും ചക്ക അത് തോരൻ അല്ല അവിയൽ വെക്കാനും അതുപോലെ തന്നെ ചക്കക്കുരു കൊണ്ട് പല സൈസിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചക്കക്കുരു കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റംസ് നമുക്കൊന്ന് ഉണ്ടാക്കാം. ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം, ഒരു സ്വാദിഷ്ടമായ കട്ട്ലേറ്റ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചക്ക കൂട്ടാൻ വെച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വന്ന ആ ചക്ക കുരുവാണ്. ഇതിൽ നിന്ന് നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്, കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൊള്ളാവുന്നതെല്ലാം പറക്കി ഒരു ബൗളിലേക്ക് മാറ്റി വെള്ളം ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് കൈവച്ച് തന്നെ ഒന്ന് ഉരച്ച് കഴുകണം. കാരണം അതിനകത്തെല്ലാം അഴുക്കൊക്കെ ഇരിക്കും. കാരണം വെട്ടിയ ഭാഗത്ത് ഇതുപോലെ അഴുക്കെല്ലാം ഇരിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മി ഒന്ന് കഴുകിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റി ഒരു 3 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെടുത്ത ചക്കക്കുരു ഇട്ട് നമുക്ക് ഭംഗിയായിട്ടൊന്ന് അടച്ച് വിസിൽ വരുന്നവരേക്ക് കാത്തിരിക്കാം. അപ്പോഴേക്കും നമുക്കൊരു ബൗളെടുത്ത് 2 ക്യാരറ്റ് എടുത്ത് ഇതെല്ലാം അരിഞ്ഞ് കൊച്ചു കൊച്ചായിട്ട് അരിയാനുള്ളതാണ്. അപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നല്ല ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ചീവി അങ്ങോട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കണം. അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുറച്ച് വലുതായപ്പോൾ വെന്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സവാള എടുത്ത് പൊളിച്ച് വെള്ളത്തിലിട്ട് കഴുകി ചെറുതായിട്ട് അരിയാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിയില എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. കറിവേപ്പില ഇതെല്ലാം എൻ്റെ അത്യാവശ്യമായ ഘടകങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 4 പച്ചമുളക് എടുക്കാം. ഇതെല്ലാം അരിയാനുള്ളതാണ് ചെറുതായിട്ട്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്, അതുപോലെ തന്നെ മല്ലിയിലയുണ്ട്, കറിവേപ്പില, ഉള്ളി, ക്യാരറ്റ് ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ ഇതിനൊക്കെ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അടുക്കളയിലോട്ടൊന്ന് പോയി നോക്കാം, എങ്ങനെയായെന്ന് നോക്കാം. അപ്പോൾ ചക്കക്കുരു ഏകദേശം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്, വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് കിട്ടിയത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊളിച്ച് അതിൻ്റെ തോലൊന്ന് കളയാം. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് വേവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തോല് കളയാവുന്ന, പക്ഷേ അത് കുറച്ച് റിസ്ക്കാണ്. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തോല് കളയാൻ സാധിക്കും. അപ്പോൾ ആ തോല് കളഞ്ഞിട്ടാണ്ട് എല്ലാം ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് വിതറി അങ്ങോട്ട് സെറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഗ്ലാസ്സോ മറ്റോ ഉപയോഗിച്ചിട്ട് നല്ലൊരു പാത്രം, സ്ട്രോങ് ആയുള്ള പാത്രത്തിൽ വെച്ച് ഇടിച്ച് കുഴച്ച് പരുവത്തിനാക്കണം. അധികം ഡ്രൈ ആവാതെ അധികം വെള്ളമായി പോകാതെ നമുക്ക് ദാണ്ട് ഈ പരുവത്തിന് കിട്ടണം. നല്ല ഭംഗിയായിട്ട് ദാണ്ട് ഈ പരുവത്തിനാക്കി എടുത്തിട്ട് ഇതിനെല്ലാം കൊച്ചു കൊച്ചു ബോൾ പിടിക്കണം. ഞാനിതിനൊരു അച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ്ക് വേണം കേട്ടോ. ഈ റസ്ക് എടുത്ത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് കറക്കി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഈ പൊടി പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. കണ്ടില്ലേ, ഈ പൊടി ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ആവശ്യമായ ഘടകമെന്ന് പറഞ്ഞാൽ 2 മുട്ടയാണ്. വെള്ളമുട്ട, നാടൻ മുട്ട ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, താറാമുട്ട വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ മുട്ട നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് 2 മുട്ടയാണ് വേണ്ടത്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. വൃത്തിയായിട്ട് മഞ്ഞക്കരുവും അതേപോലെ വെള്ളയും കൂടെ മിക്സായി നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെറിയ ഉരുള പിടിക്കാം. ഞാനിപ്പോൾ ഇതിന് അച്ചിന് വേണ്ടിയിട്ട് ഞാൻ PVC 1.5 ഇഞ്ചിൻ്റെ PVC കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ PVCയുടെ ഒരു കഷ്ണം നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടാണ് ഇതെല്ലാം കട്ട്ലേറ്റിൻ്റെ രൂപമാക്കി എടുക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാം. അല്ലാതെ നമുക്ക് വീട്ടിൽ പരിപ്പ് കൂടെ ഇടുന്ന രീതിയിൽ വേണമെങ്കിൽ അച്ചില്ലാതെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടെ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് ഇതിനെ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെറിയ 2 ഇഞ്ചിൻ്റെ പൈപ്പോ അല്ലെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ പൈപ്പോ ചെറിയ കഷ്ണം ചെറിയ പീസാക്കി നമുക്ക് എടുത്ത് ചെയ്യാനും സാധിക്കും. രാവിലെയൊക്കെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും ബെറ്ററാണ്, നല്ലതാണ്, സ്വാദിഷ്ടമാണ്, പോഷക ഗുണമുള്ളതല്ലേ ചക്കക്കുരു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ആ കലക്കി വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് അങ്ങോട്ട് മുക്കി നമുക്ക് അത് കഴിഞ്ഞിട്ട് ആ റസ്ക് പൊടിയിലേക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് വിരവി എടുക്കണം. ആ റസ്ക് പൊടിയിലേക്ക് നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ഇതിനകത്തിരിക്കുകയാണ് ടേസ്റ്റ് മുഴുവനും. നല്ല ഭംഗിയായി ഒന്ന് മുക്കിയെടുത്ത് അതിനെ ഓരോന്നോരോന്നായിട്ട് മാറ്റി വെക്കാം. ഇതെല്ലാം റസ്കിൽ തന്നെ മുക്കണമെന്നൊന്നും ഇല്ല, എങ്കിലും ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇടാം. എന്നാലും റസ്കിൽ മുക്കി ഇടുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഈ മുട്ടയിൽ മുക്കി മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഒരുപാട് ഉണ്ടായിരുന്നു, ഞാൻ എടുത്ത ചക്കക്കുരു കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ച് തോനെയും നമുക്ക് കിട്ടി. അപ്പോൾ അവസാനത്തെ ആ ഒരു ചെറിയ റൗണ്ടാണ്. ഇനി അതും കൂടി എടുത്ത് നമുക്ക്
റസ്കിലേക്ക് അതായത് മുട്ടയിലേക്കും റസ്ക് പൊടിയിലേക്കും മുക്കി അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടൊന്ന് അടുക്കി വെച്ച് കൊടുക്കണം. കാരണം എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ താഴെ വീണ് പൊളിയാനോ മറ്റോ പാടില്ലല്ലോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുറച്ച് ഡ്രൈ ആയി പോയോ അതോ വെള്ളം കൂടിപ്പോയോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇത് ഏറ്റവും അവസാനത്തെ ഇതും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതാ എല്ലാം സെറ്റാക്കി ഒരു സ്തൂപം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ കിട്ടണം. കുറച്ചുകൂടെ നല്ല ഷേപ്പ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വെള്ളം എനിക്ക് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. കാരണം ചക്കക്കുരുവിനകത്ത് ഒരു ഓൾറെഡി പുഴുങ്ങുമ്പോഴുള്ള വെള്ളം ചക്കക്കുരു പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ എടുത്ത് ഇനി അടുപ്പത്തേക്ക് വെക്കാം. പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വലിയൊരു പാനോ നമുക്ക് ഇഷ്ടപ്പെട്ട പാൻ വെക്കാം. അതിലാവശ്യത്തിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാം ഓയിൽ വേണമെങ്കിൽ പാം ഓയിൽ ഒഴിക്കാം. അല്ലാത്തവർക്ക് മറ്റുള്ള എണ്ണ യൂസ് ചെയ്യുന്നവർക്ക് ആ എണ്ണ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പറക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടാടാ, എല്ലാം മുങ്ങുന്നില്ല എങ്കിലും കുഴപ്പമില്ല. ഒരു 4-5 വെക്കുമ്പോൾ ഏകദേശം മുങ്ങി കിട്ടും. എന്നാൽ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്കും എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് കിട്ടും. കണ്ടില്ലേ. ഇനി നമുക്ക് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കാൻ വേണ്ടി നനയാത്ത ഭാഗത്തെല്ലാം നനച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ തിരിച്ചൊന്നിട്ട് നോക്കാം. തിരിച്ച് ഇട്ടിട്ട് നോക്കാം എങ്ങനെയായെന്ന് നോക്കാം. അപ്പോൾ തിരിച്ച് ഇട്ടത് കണ്ടില്ലേ, അടിഭാഗം എല്ലാം ആവറേജ് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് വെന്ത് കിട്ടും. കാരണം നമ്മൾ ഇത് ചക്കക്കുരു വേവിച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വേവിച്ചാൽ മാത്രം മതി. എണ്ണ കുറച്ച് വേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, നല്ല സ്വാദിഷ്ടമായ ചക്കക്കുരു. ഇപ്പോൾ ചക്കയെല്ലാം നേരെ തമിഴ്നാട്ടിലേക്ക് കയറ്റി വിടണമല്ലോ. അപ്പോൾ നമ്മൾ ചക്ക കൂട്ടാൻ വെച്ച് കഴിഞ്ഞിട്ട് ചക്കക്കുരു കൊണ്ട് ഇതുപോലെ ഉണ്ടായിക്കൂടെ. അപ്പോൾ എല്ലാം ഏകദേശം നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എന്താ ഭംഗിയെന്ന് നോക്കിയാൽ. കൊച്ചു കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യം പോലെ കഴിക്കും. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി അങ്ങോട്ട് വെച്ച സമയത്ത് ഒരു അതിഥി നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ അതിഥിയാണ് ആദ്യം തന്നെ എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളും കഴിക്കും എല്ലാവരും. അപ്പോൾ ഇതെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അവസാനത്തെ അത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നല്ല മുരിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് നമ്മളെ പാത്രത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അവസാനത്തെ 2 എത്തിയിട്ടുണ്ട്. ഈ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കണം എല്ലാവരും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും. അപ്പോൾ നമ്മളെ വൈഷ്ണവി കോൾ കടന്നു വന്നിട്ട് ആദ്യം തന്നെ കണ്ടത് ഇത് റെഡിയാക്കി വെച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് വന്നത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു കഴിച്ചു പോകാൻ. അപ്പോൾ വൈഷ്ണവി മോൾ ഒരിടത്ത് കഴിച്ചു നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് വൈഷ്ണവി മോളെ, കൊള്ളാമോ? അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ ചന്ദ്രനെയും ചന്ദ്രയാനെയും കുറിച്ചുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ വണക്കം.